ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു ഇപ്പം മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് ഇതാക്കിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിലായിരിക്കും മന്ത്രിയുടെ പ്രതികരണം പ്രതീക്ഷിക്കുന്നു. നേരത്തെ ഈ പ്രോസ്പെക്റ്റുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പത്തിലാണ് ഹൈക്കോടതി കീംവലം റദ്ദ് ചെയ്തിരിക്കുന്നത്. മന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ കോടതി വിധി ലഭ്യമായിട്ടില്ല. കോടതി വിധി ലഭിച്ചതിന് ശേഷം ക്യാബിനറ്റിൽ തന്നെ ആലോചിച്ച് യുക്തമായ തീരുമാനമെടുക്കും. ഇനിയും അപ്പീൽ പോകാനുള്ള പ്രൊവിഷൻ ഉണ്ട്. നമ്മുടെ എല്ലാ കുട്ടികൾക്കും നീതി ഉറപ്പാക്കാൻ കഴിയുന്ന ഒരു ഫോർമുലയാണ് അവലംബിച്ചത്. കഴിഞ്ഞ വർഷം 35 മാർക്കിൻ്റെ വ്യത്യാസം വരാവുന്ന നിലയിലായിരുന്നു സ്റ്റാൻഡേർഡൈസേഷൻ പ്രോസസ്സ് സംബന്ധിച്ച് ഉണ്ടായിരുന്നത്. അത് ഒരു കേരള ബോർഡിൽ പഠിക്കുന്ന ഒരു കുട്ടി ഫുൾ മാർക്ക് നേടിയാലും 35 മാർക്ക് അവർക്ക് കുറവ് കിട്ടുന്ന സ്ഥിതിയായിരുന്നു കഴിഞ്ഞ വർഷം ഉണ്ടായത്. അതിനെ കൂടി അടിസ്ഥാനപ്പെടുത്തിയാണ് എല്ലാവർക്കും നീതി ഉറപ്പാക്കാവുന്ന ഒരു ഫോർമുലയിലേക്ക് എത്തിച്ചേർന്നത്. അത് ക്യാബിനറ്റിൽ കൂടി അംഗീകരിച്ചതിന് ശേഷമാണ് അത് നടപ്പാക്കിയത്. അതുകൊണ്ട് തന്നെ കോടതിയിൽ നിന്ന് ലഭ്യമായിട്ടുള്ള വിധി മുഖ്യമന്ത്രിയായും ക്യാബിനറ്റ് മറ്റ് മിനിസ്റ്റേഴ്സുമായിട്ടൊക്കെ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാമെന്നാണ് കരുതുന്നത്. പ്രോസ്പെക്ടസിൽ പ്രൊവിഷൻ ഉണ്ട് അതിന്. ഇത് കോടതിയിൽ ഇനി പോകേണ്ട കാര്യമാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഇനി കൂടുതൽ ഡീപ്പായിട്ട് പ്രതികരിക്കുന്നില്ല. ഇപ്പം പ്രഥമ പ്രതികരണം മാത്രമാണ് ഇപ്പം എനിക്ക് നൽകാൻ സാധിക്കുക. കോടതിയിൽ നിന്ന് വിധിയൊന്നും ലഭ്യമായിട്ടില്ല. നിങ്ങളെപ്പോലെ ഞാനും മാധ്യമങ്ങളിലൂടെ ഈ വാർത്ത ശ്രവിച്ചു എന്നല്ലാതെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ലഭ്യമായിട്ടില്ല. അപ്പോൾ ഇനിയും കോടതി വ്യവഹാരങ്ങളിലേക്ക് പോകേണ്ടതുണ്ടെങ്കിൽ ഇപ്പോൾ കമൻറ്റ് ചെയ്യുന്നത് ശരിയല്ല. അതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികൾക്കും നീതി ഉറപ്പാക്കുക എന്നുള്ളതാണ് ഈ സർക്കാരിൻ്റെ ലക്ഷ്യം. സർക്കാരിന് അതിനപ്പുറത്ത് വേറെ നിക്ഷിപ്ത താല്പര്യങ്ങളൊന്നും തന്നെ ഇല്ല. വളരെ സുതാര്യമായിട്ടാണ് എല്ലാ നടപടികളും ഉണ്ടായിട്ടുള്ളത്. ഇനി നാളെ ഉണ്ടല്ലോ ക്യാബിനറ്റ്. കാരണമൊക്കെ അത് വിശദീകരിച്ചിട്ടുണ്ട്. കാരണങ്ങളൊക്കെ തൽക്കാലം ഇപ്പോൾ എനിക്ക് ഇനി അതിനെക്കുറിച്ച് കൂടുതൽ പ്രതികരിക്കാൻ സാധിക്കില്ല. നമ്മളിപ്പോൾ അപ്പീലൊക്കെ പോവാൻ തീരുമാനിക്കുകയാണെങ്കിൽ അതിൻ്റെ വിശദാംശങ്ങൾ ഇപ്പോൾ ഇനി പറഞ്ഞ് പ്രശ്നം ഉണ്ടാവണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷം കുട്ടികൾക്കും പ്രയാസം ഉണ്ടാക്കുന്ന ഒരു സ്ഥിതി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ ശ്രമിച്ചിട്ടുള്ളത്. അത്രേ പറയാനുള്ളൂ. എന്തായാലും ഡിവിഷൻ ബെഞ്ച് ഉത്തരവിനെതിരെ അപ്പീൽ പോകാനാണ് ആലോചന. ഇന്ന് ചേരേണ്ട ക്യാബിനറ്റ് ഇന്ന് ചേർന്നിട്ടില്ല. നാളെ ഓൺലൈനായിരിക്കും ക്യാബിനറ്റ്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഈ വിഷയത്തിൽ തീരുമാനം ഉണ്ടാവുക. എന്തായാലും ഈ പരീക്ഷാ നടത്തിപ്പ് സമയത്തുണ്ടായിരുന്ന പ്രോസ്പെക്റ്റിൽ പരീക്ഷ നടത്തി ഫലം പ്രഖ്യാപന സമയത്തായപ്പോഴേക്കും ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട് വെയിറ്റേജിന്റെ കാര്യത്തിൽ. എന്നാൽ ആ ഒരു സാങ്കേതികത്വം പറഞ്ഞായിരുന്നു കോടതി ഇപ്പോൾ ഈ പരീക്ഷാഫലം റദ്ദ് ചെയ്തത്. എന്നാൽ അതിനൊക്കെ പ്രോസ്പെക്റ്റിൽ പ്രൊവിഷൻ ഉണ്ടെന്നാണ് മന്ത്രി പറയുന്നത്. എന്തായാലും കൂടുതൽ വിശദാംശങ്ങളിലേക്ക് മന്ത്രി കടന്നിട്ടില്ല.